شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ലൈലാണ്. സൂറത്തുൽ ലൈലിലെ 2-3 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന സഅയക്കും ലശത്ത എന്ന ആയത്തായിരുന്നു. അല്ലാഹു തആല രാവിനെയും പകലിനെയും ഇണകളെയും ഒക്കെ പിടിച്ച് സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പറയാൻ പോകുന്ന കാര്യം ഇന്ന സഅയക്കും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പല രൂപത്തിലുള്ളതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്, പലതരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളത് വിശദീകരിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ മുഅ്മിനീങ്ങളുണ്ട്, നല്ലവരുണ്ട്, കാഫിരീങ്ങളുണ്ട്, ഫാജിരീങ്ങളുണ്ട്, തമ്മാടികളുണ്ട്, അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. ഇങ്ങനെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ലശത്ത, പല ഐറ്റംസാണ്. നരകത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പള്ളിയിൽ തന്നെ 2-3 തരക്കാർ ആളുകളുണ്ട്. പള്ളിൻ്റെ ഉള്ളിലേ ഒരു പള്ളിൻ്റെ ഉള്ളിൽ 2-3 തരക്കാരായ ആൾക്കാരുണ്ട്. ആരൊക്കെ? റബ്ബിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളുണ്ട്, റബ്ബിന് വേണ്ടി മാത്രം നിസ്കരിക്കാൻ വന്ന ആൾക്കാർ അവിടെ ഉണ്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഇനി തീരെ വരാത്ത ആൾക്കാരുണ്ട്. ലശത്ത, നിങ്ങൾ പലതരം ആൾക്കാരാണ്. നിങ്ങളുടെ അധ്വാനങ്ങൾ പലതരമാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പലതരമാണ്. പഠിക്കുന്നിടത്തും അങ്ങനെ തന്നെയാണ്. ജോലിക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട്, ആഖിറത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന ആളുകളുണ്ട്. രണ്ടും കൂടെ രക്ഷപ്പെടാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ദുനിയാവിലും ആരും മുമ്പിലും കൈനീട്ടാൻ പാടില്ല, ആഖിറത്ത് ചെന്നിട്ടും ആരും മുമ്പിലും കൈനീട്ടാൻ പാടില്ല. അങ്ങനെ അധ്വാനിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. അത് വലിയൊരു പോയിന്റാണ്. ദുനിയാവിൽ ആരെങ്കിലും മുമ്പിൽ കൈന്ന് കിട്ടിയാൽ നമുക്ക് വല്ലതൊക്കെ ആരെങ്കിലും തന്നു വരും. പക്ഷെ ആഖിറത്തിൽ നിന്ന് കൈനീട്ടി ആരും തരൂല. അതിനെ അവിടെ ആർക്കും കൊടുക്കാൻ മാത്രം ഉണ്ടാകൂല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ദീൻ നന്നായിട്ട് പഠിപ്പിക്കുക. രണ്ടും പഠിപ്പിക്കുക, ദുനിയാവും ആഖിറവും പഠിപ്പിക്കുക. ദുനിയാവിൽ കൈ നീട്ടരുത്, ആഖിറത്തിനും കൈ നീട്ടരുത്. ആഖിറത്തിൽ ചെന്ന് ആരാ കൊടുക്കുക? അവിടെ ചെന്നാൽ നമ്മളെ കുറ്റം പറയും, ബാപ്പ അമ്മ എന്നെ പഠിപ്പിച്ചില്ല, ദുനിയാവ് മാത്രം തന്നു. അങ്ങനെ പറയേണ്ട അവസരം ഉണ്ടാക്കരുത്, സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ പലതരം ആൾക്കാരാണ് നിങ്ങൾ. ഒരേ എയർപോർട്ടിൽ തന്നെ ഹജ്ജിന് പോകുന്ന ആൾക്കാരുണ്ട്, ഉംറക്ക് പോകുന്ന ആളുകളുണ്ട്, തെമ്മാടിത്തരത്തിന് വേണ്ടി അന്യരാജ്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ആൾക്കാരുണ്ട്, അത് തീരെ വകവെക്കാത്ത ആൾക്കാരുണ്ട്. പേരിൻ്റെയും പെരുമയുടെയും പിന്നാലെ പോകുന്ന ആളുകളുണ്ട്, അത് തീരെ ആഗ്രഹിക്കാതെ മാറി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പലതരമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ളതാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ നമ്മൾ ഏത് വകുപ്പിലപ്പെടുക? നമ്മളിതിൽ ഏതൊരു വകുപ്പിലപ്പെടുകയെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ ആയത്തിനൊരർത്ഥം കൂടിയുണ്ട്. നിങ്ങളുടെ അമലുകൾ വ്യത്യസ്തമായതുപോലെ നിങ്ങളുടെ അമലുകൾക്കുള്ള പ്രതിഫലവും വ്യത്യസ്തമാണ്. വ്യത്യസ്ത പ്രതിഫലങ്ങൾ നിങ്ങൾ ലഭിക്കുന്നതാണ്. ഇതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ആശയം. ഇനി അല്ലാഹു തആല പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ്. നിങ്ങൾ പല നിലക്കും പല പണികൾ എടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇനി പറയാണ്, നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ തരൂ കേട്ടോ, അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലശത്ത, നിങ്ങൾ പലതും ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഫഅമ്മാ മൻ അഅതാ വത്തഖാ, അല്ലാഹു തആല പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. എന്തോ റാഹത്തുള്ള ആയത്തുകളാണ്. അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയാണ്. ഫഅമ്മാ മൻ, ഇനി ഒരാൾ, ഏതെങ്കിലും ഒരു വ്യക്തി, അഅതാ, ദാനം ചെയ്താൽ, വത്തഖാ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ. ഫഅമ്മാ മൻ അഅതാ വത്തഖാ, ഏതൊരു വ്യക്തി, നിങ്ങളിൽപ്പെട്ട ഒരാൾ ദാനം ചെയ്യുകയും കൊടുക്കുകയും ജീവിതത്തിൽ തഖ്വ, സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ, പിന്നെയോ വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സ്വർഗത്തെ അംഗീകരിച്ച ആളുകൾ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അങ്ങനെ ചെയ്താൽ അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, വളരെ എളുപ്പമായ വഴിയിലേക്ക് നമ്മൾ അവനക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും, സൗകര്യം ചെയ്ത് കൊടുക്കും. എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ അവന് സൗകര്യം ചെയ്ത് കൊടുക്കും. അതായത് സ്വർഗത്തിലേക്ക് അവനെ നമ്മൾ എളുപ്പമായി എത്തിച്ചു കൊടുക്കും. ഫഅമ്മാ മൻ ആത വത്തഖ, കൊടുക്കുന്ന ആൾക്കാർ,
തഖ്വ ചെയ്യുന്നവരും വസദ്ദഖ അംഗീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരും ബിൽ ഹുസ്ന ഹുസ്ന കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ. ഹുസ്ന എന്താണ് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ തങ്ങൾ മറുപടി പറഞ്ഞു അൽ ജന്ന, സ്വർഗമാണ്. അപ്പോൾ സ്വർഗത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ സനുയസ്സിറുഹു അവന് നമ്മൾ എളുപ്പമാക്കി കൊടുക്കും ലിൽ യുസ്ര ഏറ്റവും എളുപ്പമായ വഴിയിലേക്ക്, നല്ല വഴിയിലേക്ക്, സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് എളുപ്പത്തിലുണ്ടാക്കി കൊടുക്കും എന്ന്. അപ്പോൾ നമ്മൾ നല്ല നിലക്ക് നിങ്ങൾ പല പണികളും ചെയ്യുന്ന ആളുകളാണെന്ന് അല്ലാഹു തആല പറഞ്ഞതിന് ശേഷം നല്ലൊന്ന് ചീത്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് നല്ലതാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, നല്ല കൊടുതിക്കാരാണെങ്കിൽ, സ്വർഗം അംഗീകരിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ, റബ്ബിനെ അംഗീകരിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ എളുപ്പമാക്കി തരും. ഹുസ്ന എന്നത് ഏറ്റവും നല്ലത് എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം. അതിന് പല വ്യാഖ്യാനങ്ങളും മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. തൗഹീദിൻ്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിലൂടെ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ട് അത് അംഗീകരിച്ചാൽ. അതുപോലെ തന്നെ സ്വർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൽക്കർമ്മങ്ങളാണെന്ന പല വ്യാഖ്യാനങ്ങളും അത് സദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞതിൽ ഹുസ്ന എന്നതിനുണ്ട്. അതൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൻ്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരുണ്ട്, സ്വർഗം, സൽക്കർമ്മം, ഇങ്ങനെയൊക്കെ. യുസ്ര എന്ന് പറഞ്ഞാലോ ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, യുസ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായത് എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. അതിനും പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഏറ്റവും നല്ല പ്രതിഫലം കൊടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്ന്, ഏറ്റവും നല്ല കാര്യത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കും എന്നാണ് ഒന്ന്, സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കി കൊടുക്കും ഇങ്ങനെയാണ് മറ്റൊരു തഫ്സീർ. ഇങ്ങനെ 2-3 തഫ്സീറുകൾ അതിനും പറയാം. അപ്പോൾ ഫസനുയസ്സിറുഹു ലിൽ യുസ്ര നല്ല പ്രതിഫലം കിട്ടാൻ നാം അവനക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ഫസനുയസ്സിറുഹു ലിൽ യുസ്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാം അവന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഫസനുയസ്സിറുഹു ലിൽ യുസ്ര സ്വർഗത്തിലേക്ക് അവനെ വളരെ പെട്ടെന്ന് എത്തിക്കാൻ നമ്മൾ വഴി ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയത്തിന് അർത്ഥം പറയാം. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ബാധ്യതകളും പലതാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുകയും നല്ലതിൽ വിശ്വസിക്കുകയും ചെയ്താൽ, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ ബാധ്യതകളും നിറവേറ്റുന്ന ആളുകൾ. അതിന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതാണ്. കുടുംബമാണെങ്കിൽ കുടുംബത്തിന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം. ജ്യേഷ്ഠാനുജന്മാരാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കൊടുക്കണം. ഉമ്മ ബാപ്പന്മാരാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കൊടുക്കണം. അവരോടുള്ള ബാധ്യത നിറവേറ്റണം. ഒരു സമൂഹമാണെങ്കിൽ സമൂഹത്തിന് കൊടുക്കാനുള്ള കൊടുക്കണം. ഇങ്ങനെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുത്ത ബാധ്യത നിറവേറ്റി മുന്നോട്ട് പോയാൽ ഈ ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാനും നല്ല പ്രതിഫലം ആസ്വദിക്കുവാനും അള്ളാഹു സഹായിക്കുന്നതാണ്. അതാണ് ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അള്ളാഹു അവരെ സഹായിക്കും. മാത്രവുമല്ല ഇത്തരം ആളുകളുടെ പര്യവസാനം ശാശ്വതമായ സമാധാനവും സ്വർഗത്തിലെ ജീവിതവുമായിരിക്കും. അതാണ് ഈ പറഞ്ഞതുവരെയുള്ള ആയത്തുകളുടെ അർത്ഥം. ഇനി നേരെ ഓപ്പോസിറ്റാണ് അടുത്ത ആയത്ത് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. നേരത്തെ പറഞ്ഞ കൊടുതിക്കാരെ കുറിച്ചാണ്, ഇനി പറഞ്ഞ പിശുക്കന്മാരെ കുറിച്ചാണ്. നമ്മൾ ഈ സൂറയുടെ ആദ്യത്തെ ക്ലാസ് പഠിച്ചപ്പോൾ ആ ഒരു ഈത്തപ്പനയുടെ ഒരു കഥ പറഞ്ഞില്ലേ, അതിവിടെ ആലോചിക്കണം നിങ്ങൾ. അതും കൂടെ ഈ സാഹചര്യവുമായി കൂട്ടി വായിക്കണം. ഒരാൾ പിശുക്കി അല്ല, ഒരു ഈത്തപ്പന പോലും കൊടുക്കാൻ തയ്യാറാവാതെ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞിട്ട് വരെ കൊടുത്തില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി പറയാൻ പോകുന്നത് അമ്മാ മൻ ബഖില, എന്നാൽ അതേസമയം അപ്പോൾ ഒരാൾ ബഖില അവൻ പിശുക്ക് കാണിച്ചാൽ, വസ്തഗ്ന ഐശ്വര്യം നടിക്കുകയും ചെയ്താൽ, അമ്മാ മൻ ബഖില വസ്തഗ്ന ഏതൊരാൾ പിശുക്ക് കാട്ടുകയും ധന്യത അല്ലെങ്കിൽ ഐശ്വര്യം നടിക്കുകയും ചെയ്താൽ, പിശുക്ക് കാട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കൂല, ബാധ്യതകൾ നിറവേറ്റൂല, പാവങ്ങൾക്ക് കൊടുക്കൂല, സമയം സദ്വാനം ദീനിന് കൊടുക്കൂല, അങ്ങനെ ഞാനൊക്കെ തികഞ്ഞവനാണ്. വസ്തഗ്ന പറഞ്ഞതിൻ്റെ അർത്ഥം അതാ, ഞാനൊക്കെ തികഞ്ഞവനാണ്, ഞാൻ ആരെയും സഹായിക്കില്ല, എനിക്കാരെ സഹായം വേണ്ട, അങ്ങനെ പറയുന്ന ആൾക്കാരുടെ വല്ലാത്ത അപകടം പിടിച്ച ചിന്തയാണ്. അല്ലാഹു തആല കാക്കട്ടെ. അല്ലേ, പല ആൾക്കാരും പറയാറില്ല, വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് പറയും, ഓ എന്താ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കൊന്നും വരാനില്ല, എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, ഞാൻ ആരെയും സഹായിക്കാനും പോകില്ല, എനിക്കാരെ സഹായം വേണ്ടതാനും എൻ്റെ അടുത്തൊക്കെ ഉണ്ട്. വസ്തഗ്ന അല്ലാഹു തആല അതിന് പ്രയോഗിച്ച പദമാണത്. വളരെ അപകടം പിടിച്ച ചിന്തയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാം അല്ലാഹു തആല കൊടുത്തതല്ലേ, എല്ലാ തൗഫീഖും റബ്ബ് കൊടുത്തതല്ലേ, ചങ്ങാതിൻ്റെ അടുത്തൊക്കെ എൻ്റെ അടുത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ എന്ത് അങ്ങനെ പറയാൻ എവിടുന്ന ധൈര്യം കിട്ടുക? അള്ളാഹുവിനെ ഇത് എപ്പോഴും പിൻവലിച്ചുകൂടെ ഒന്നും പറയാൻ പാടില്ല. ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും വരെ അള്ളാഹുവാണ് എന്നാണ്. വഇന്നഹു ഹുവ അൽഹ വ അബ്ക സൂറത്തുൽ നജ്മിലെ 43-ാമത്തെ ആയത്ത്. അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും. നമ്മളൊന്ന് ചിരിക്കുകയാണെങ്കിൽ ആ ചിരി വരെ റബ്ബ് ചിരിപ്പിച്ചിട്ടാണ്.
എന്താ പിന്നെ നമ്മളടുത്ത് അള്ളാഹു തന്നതല്ലാത്ത എന്താ നമ്മളടുത്തുള്ളത്? പിന്നെ എന്താണ് ഞെളിയാൻ നമുക്ക് എന്ത് വകുപ്പാണ് പിന്നെ നമുക്കുള്ളത്? വസ്തകനാന്ന് എങ്ങനെ നമ്മൾ പറയണത്? സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ പിശുക്ക് കാണിക്കുകയും ഞാനൊക്കെ തികഞ്ഞവനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആൾ, വകദ്ദബ നിഷേധിക്കുകയും ചെയ്യുന്ന ആൾ, ബിൽ ഹുസ്ന അത്യുദാത്തമായ സ്വർഗം നിഷേധിക്കുന്ന ആൾ, ഏറ്റവും നല്ലതിനെ നിഷേധിക്കുന്ന ആൾ. രണ്ടും അർത്ഥം പറയാം. നന്മയെ നിഷേധിക്കുന്ന, ഏറ്റവും ഉദാത്തമായ സ്വർഗത്തെ നിഷേധിക്കുകയും പിശുക്കുകയും ഒക്കെ തികഞ്ഞവനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആൾ, അവന് കിട്ടാൻ പോകുന്ന എന്താ? ഫസനുയസ്സിറുഹു, അവന് നാം എളുപ്പമാക്കി കൊടുക്കും. എവിടേക്ക്? ലിൽ ഉസ്ര, പ്രയാസകരമായതിലേക്ക്, ഏറ്റവും പ്രയാസകരമായതിലേക്ക് നാം അവനെ വഴി നടത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് വഴി നടത്തും എന്ന് ചുരുക്കം. ഇവിടെ ശർറായ വഴിയിലേക്ക്, മോശമായ വഴിയിലേക്ക് അവനെ നമ്മൾ വഴി നടത്തും. ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര. നേരത്തെ പറഞ്ഞത് യുസ്ര എന്നാണ്, അതിന് നേരെ ഓപ്പോസിറ്റാണ് ഉസ്ര. ആദ്യത്തത് എളുപ്പമുള്ളത്, രണ്ടാമത്തത് പ്രയാസമുള്ളത്. പ്രയാസമുള്ള വഴിയിലേക്ക് നമ്മൾ അവനെ നടത്തി കൊടുക്കും. കാരണം അവനയക്കാൻ മെനക്കെടുന്നത് അതുക്കന് വിട്ടുകൊടുക്കും അല്ലാഹു തആല. ഉസ്ര എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിന് പല തഫ്സീറുകളുമുണ്ട്. നരകശിക്ഷ എന്നർത്ഥമുണ്ട്, ദുഷിച്ച പ്രതിഫലം എന്നും മറ്റുമൊക്കെ അതിന് വ്യാഖ്യാനം മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല നമ്മൾ നല്ലതിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹു നമ്മളെ അതിൽ സഹായിക്കുമെന്നും, നമ്മൾ മോശമായ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ മോശമായ വഴിയിലൂടെ അല്ലാഹു തആല നമ്മളെ അങ്ങോട്ട് നടത്തി തരും എന്നും രണ്ടും പറഞ്ഞു. അപ്പോൾ പിന്നെ സംശയം, എല്ലാം അല്ലാഹു തആല തീരുമാനിക്കുന്നതല്ലേ, പിന്നെ നമ്മളിപ്പോൾ ഇതിനെ പണിയെടുക്കുന്നത്? അപ്പോൾ നമ്മൾ മോശമായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ ഖലാഖ് അതിനനുസരിച്ച് പോവല്ലേ എന്നൊരു സംശയം അവിടെ വരാം. ആ സംശയത്തിന് തീരെ പ്രസക്തിയില്ല. കാരണം വിശേഷ ബുദ്ധി എന്നൊരു സംഗതി മനുഷ്യൻ അല്ലാഹു തആല തന്നു. അത് തന്നതോടുകൂടി നമുക്കൊരു ന്യായവും ഇവിടെ പറയാനില്ല. നമ്മുടെ മുന്നിൽ വരുന്ന ചീത്തയും നന്മയും തിരഞ്ഞെടുക്കാനുള്ള വിശേഷ ബുദ്ധി നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ നല്ല തിരഞ്ഞെടുത്തു, അപ്പോൾ അല്ലാഹു തആല നമ്മളെ സഹായിക്കും. നമ്മൾ ചീത്ത തിരഞ്ഞെടുത്തു, നമ്മളാണ് ഉത്തരവാദി. അള്ളാഹുവിന് നേരത്തെ അറിയാം ഇയാൾ ഇന്ന വഴിയാണ് തിരഞ്ഞെടുക്കുക. അതാണ് അള്ളാഹുവിൻ്റെ ഖലാ ഖദർ എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നത്? അപ്പോൾ നമ്മളാണ് ഉത്തരവാദി. ഒരു സ്ഥലത്തേക്ക് റോഡ് ഉണ്ട്, മോശമായ റോഡും ഉണ്ട്, നല്ല റോഡും ഉണ്ട്. ഒരു ചങ്ങായി പൊട്ടിപ്പൊളിഞ്ഞ കട്ട റോഡിൽ കൂടി വണ്ടി ഓട്ടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അവൻ അങ്ങോട്ട് പോയിട്ട് എത്തി, വണ്ടി കൂടി എന്നിട്ട് ടയറൊക്കെ പൊട്ടി. വേറൊരാൾ നല്ല വഴി കൂടി വരികയും ചെയ്തു. അപ്പോൾ ഈ വന്ന ആളെ നമ്മൾ എന്താ പറ്റും പറയാം? പടച്ചവനാണ് അപ്പോൾ അയാളെ കൂടെ കൊണ്ടുവന്നത്. അയാൾക്ക് അവരുടെ തീരുമാനമെടുക്കുന്ന അവസരം അല്ലാതെ കൊടുത്തിട്ടുണ്ട്, ഇഖ്തിയാർ കൊടുത്തിട്ടുണ്ട്, ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ആ ചോയ്സ് അയാൾ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നു. നന്മ ഇന്നതാണ്, തിന്മ ഇന്നതാണ് എന്നത് കൃത്യമായി പറഞ്ഞു വിവരിച്ച് തന്ന അല്ലാഹു തആല ചോയ്സ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് രണ്ടാളെന്ന് തിരഞ്ഞെടുക്കാം. നല്ലത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങളെങ്ങനെ സ്വർഗത്തേക്ക് എത്തിച്ചേരാം, ചീത്തയാണെങ്കിൽ പിന്നെ ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, നരകത്തിലേക്കും എത്തിച്ചു തരാം. അപ്പോൾ നമ്മൾ നമ്മുടെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുക, നല്ല വഴിയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ലതിന് എന്തായാലും പ്രതിഫലം ഉണ്ടാവും, അത് ഏത് വിഷയത്തിലായാലും ശരി. ചുരുക്കത്തിൽ സന്മാർഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനുള്ള സഹായം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും, മികച്ച പ്രതിഫലവും ലഭിക്കും. ദുർമാർഗത്തിൽ കൂടിയേ പോകൂ എന്ന് തീരുമാനിച്ച ആളുകൾക്ക് അള്ളാഹു തആല അവരെ പാട്ടിന് വിടും. അങ്ങനെ അവർ വളരെ വിഷമമേറിയ പ്രയാസങ്ങൾ മാത്രമുള്ള നരകത്തിൽ ചെന്നെത്തുകയും ചെയ്യും. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ആയത്ത് വളരെ രസമുള്ള ആയത്താണ്. അല്ലാഹു തആല പറയാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, കൊടുതിക്കാർ. നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്ത് കൊടുക്കുക? എന്ത് എന്നവിടെ പറഞ്ഞിട്ടില്ല, എന്തും എന്നാണ് എൻ്റെ അർത്ഥം. അള്ളാഹുവിന് വേണ്ടി എന്തും കൊടുക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുക്കുക, ആരോഗ്യം കൊടുക്കുക, നമ്മുടെ സമയം കൊടുക്കുക, ചിന്ത കൊടുക്കുക, എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി തരും എന്ന് പറയാം. അല്ലേ? മദ്രസയ്ക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക, മീറ്റിംഗ് കൂടുമ്പോൾ അതിലൊന്ന് പങ്കെടുക്കുക, പള്ളിയുടെ കാര്യങ്ങൾക്കൊന്ന് ഇറങ്ങിപ്പുറപ്പെടുക. നമ്മളെ സമയം കൊടുക്കുകയാണ്. അധ്വാനം ഒന്ന് ചെത്തിക്കോരി നന്നാക്കാണ്ടെങ്കിൽ ഒന്ന് കൂടി കൊടുക്കുക. എല്ലാം നിറ പൈസ കൊടുത്തിട്ട് മാത്രമല്ല, കൊടുതി എന്ന് പറഞ്ഞാൽ പൈസ കൊടുതി മാത്രമല്ല, സർവ്വ കൊടുതികൾ ഏർപ്പെട്ടു. ഇങ്ങനെ നന്മ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, ഒരു നല്ല നോട്ടം അതിൽപ്പെട്ടതാണ്, നല്ല ചിരി അതിൽപ്പെട്ടതാണ്, കുടുംബത്തോടുള്ള ബാധ്യത നിറവേറ്റുന്നത് അതിൽപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളും പൊതുവായി എന്ന് മാത്രമല്ല, സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തികൾക്കും ഒക്കെ നമുക്ക് വ്യക്തിപരമായി അടക്കം നന്മകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവുമെന്ന് അല്ലാഹു തആല പറയുന്നത്. കൊടുക്കാനോ ഞാൻ കൊടുത്താൽ പിന്നെ എനിക്കെന്താ ഉണ്ടാവുക? അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരാനുണ്ട്. പിശാച് നമ്മളെ വഴിപ്പെട്ടിക്കാറുണ്ട്. അല്ലേ?
കുറയും എന്നത് നമ്മളെ വെറുതെയുള്ള ബേജാറാണ്. കൊടുത്തതുകൊണ്ടൊന്നും കുറയില്ല. പൈസ കൊടുത്താലും കുറയില്ല, നമ്മുടെ സമ്പത്തും ആരോഗ്യം സമയം ചിന്ത ഒന്നും നല്ലതിന് വേണ്ടി കൊടുത്താൽ ഒന്നും കുറയില്ല. അള്ളാഹു അതിനൊക്കെ പകരം തരും എന്ന് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊടുത്താൽ കുറയും എന്നത് നമ്മുടെ വെറുതെയുള്ള ബേജാറാണ്. അള്ളാഹും റസൂലും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കുറയില്ല എന്ന്. അപ്പോൾ പിന്നെ കൊടുത്തൂടെ? തിരിച്ചാണ് നമ്മൾ പേടിക്കേണ്ടത്. കൊടുക്കാതിരുന്നാലാണ് കുറയുക എന്നാണ്. അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മുടെ ബാധ്യതകൾ കൃത്യമായി നിറവേറ്റാതിരുന്നാലാണ് കുറയുക. നമ്മളറിയാതെ പല നിലക്കും കുറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോയിട്ട് 5 ലക്ഷം 5-6 അവിടെ കൊടുക്കാനുണ്ടാവുള്ളൂ. ഇങ്ങനെ അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. മലക്കുകൾ എന്നും ദുആ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും കൊടുക്കാനും ഒരുപാട് ഏറ്റിക്കൊടുക്കാനും പിശുക്കുന്ന ആളുകൾക്ക് നഷ്ടം വരാനും മലക്കുകൾ എന്നും ദുആ ചെയ്യുന്നുണ്ട്. ഹദീസിലുണ്ടല്ലോ, എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വഅഅതി മുംസിക്കൻ തലഫ. പടച്ചോനെ, നിന്റെ ദീനിന് വേണ്ടി അതല്ലെങ്കിൽ പൊതുവെ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രൂപത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഖലഫൻ, അവർക്കതിന് പകരം കൊടുക്കുകയാണെന്ന് റബ്ബേ, ഒരുപാട് ബർക്കത്ത് കൊടുക്കുകയാണെന്ന് റബ്ബേ. വഅഅതി മുംസിക്കൻ തലഫ, പിടിച്ചു വെച്ച് പിശുക്കന്മാരായ ആളുകൾക്ക് നഷ്ടവും കൊടുക്കണമേ. മലക്കുകൾ പറഞ്ഞാൽ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ലല്ലോ. വെറുതെ ആ കൂട്ടത്തിൽ പെടാൻ നിൽക്കണ്ട. അപ്പോൾ കൊടുക്കാതിരുന്നാൽ നമ്മളെത്തുള്ളത് കുറവ് തന്നെ നമ്മൾ പേടിക്കേണ്ടത്, കൊടുക്കുന്നത് കൊണ്ടല്ല. അള്ളാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.